2018 ജൂലൈ മാസം 1-ാം തീയതി പതിവുപോലെ ഉണർന്ന ഡൽഹി നഗരം കേട്ടത് രാജ്യം അതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ ഒരു വാർത്തയായിരുന്നു. വടക്കൻ ഡൽഹിയിലെ ബുരാരിയിലുള്ള ഒരു വീട്ടിൽ ഒരേ കുടുംബത്തിലെ 11 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വെറുമൊരു മരണമായിരുന്നില്ല അത്. കണ്ണുകളും വായയും മൂടിക്കെട്ടി കൈകൾ പിന്നിലേക്ക് ബന്ധിച്ച് വീട്ടിന്റെ ഹാളിലെ ഇരുമ്പ് ഗ്രില്ലിൽ 10 പേർ തൂങ്ങി നിൽക്കുന്നു. മറ്റൊരു മുറിയിൽ ആ കുടുംബത്തിലെ മുതിർന്ന അംഗം മരിച്ചു കിടക്കുന്നു. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? ഇതൊരു ആസൂത്രിത കൊലപാതകമോ അതോ അതിഭീകരമായ മറ്റെന്തെങ്കിലുമോ? നമുക്ക് നോക്കാം. ആദ്യം ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചു. എല്ലാം തുടങ്ങിയത് ആ വീട്ടിലെ ലളിത് സിംഗിൽ നിന്നാണ്. 10 വർഷം മുൻപ് മരിച്ചുപോയ തന്റെ പിതാവ് ഓരോ രാത്രിയും തന്റെ സ്വപ്നത്തിൽ വരുന്നുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ഓരോ രാത്രിയും അയാൾ മരിച്ചുപോയ ആ പിതാവിനോട് സംസാരിച്ചു. പതുക്കെ പതുക്കെ ലളിതിന്റെ ശബ്ദം മാറി, പെരുമാറ്റം മാറി. ആ വീട് ഒരു തടവറയായി മാറി. പുറം ലോകമറിയാതെ ആ 11 പേരും ലളിതിന്റെ ഭ്രാന്തമായ ആജ്ഞകൾക്ക് കീഴിലായി. ദൈവം വരും, നമ്മളെ രക്ഷിക്കും, ഇതായിരുന്നു ലളിത് അവർക്കു നൽകിയ വാഗ്ദാനം. പക്ഷേ ആ ചുവരുകൾക്കുള്ളിൽ പതിയിരുന്നത് ദൈവമായിരുന്നില്ല, ക്രൂരമായ മരണമായിരുന്നു. ആ അവസാന രാത്രി അവർ ആ 11 കസേരകൾ നിരത്തി. ഓരോരുത്തരുടെയും കഴുത്തിൽ കുരുക്കുകൾ മുറുകി. പുറത്ത് തെരുവുനായ്ക്കൾ ഭീതിയോടെ ഊരിയിടുന്നുണ്ടായിരുന്നു. ഇന്നും ബുരാരിയിലെ ആ വീടിനു മുന്നിലൂടെ പോകുന്നവർ ഭയത്തോടെയല്ലാതെ അങ്ങോട്ട് നോക്കാറില്ല. ആ ചുവരുകൾക്കുള്ളിൽ ഇപ്പോഴും ആ 11 പേരുടെ ആത്മാക്കൾ അലയുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. മനഃശാസ്ത്ര വിദഗ്ധർ ഇതിനെ ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരാളുടെ അന്ധവിശ്വാസവും മാനസിക വിഭ്രാന്തിയും ഒരു കുടുംബം മുഴുവൻ വിശ്വസിച്ച ദുരന്തം. 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ പോലീസ് ആ ഫയലുകൾ ക്ലോസ് ചെയ്തു. ലളിത് സിംഗിന്റെ മാനസികാവസ്ഥയും ആ കുടുംബം വിശ്വസിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളും 11 ജീവനുകളാണ് കവർന്നെടുത്തത്. ഇന്നും ബുരാരിയിലെ ആ വീട് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.